ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാചകമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് സൂത്രം കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിലേക്ക് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഇല്ലേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഈ ചളി പിടിച്ച ഗ്ലാസ്, അതുപോലെ ഉള്ളിൽ ചളിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ എത്ര കമ്പിച്ചാണ്ടിയിട്ട് ഉരച്ചാലും പോകാത്ത ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നേരം മുക്കിച്ചിട്ട് ഇതേപോലെ സ്പോഞ്ച് കൊണ്ട് തന്നെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ചളികളൊക്കെ ഇങ്ങോട്ട് പോകുന്നു കിട്ടുന്നുട്ടാ. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഇതുപോലെ കുറച്ച് 5 മിനിറ്റ് മുക്കിയൊക്കെ മുക്കിച്ച് ശേഷം കാണാം. നല്ല റിസൾട്ട് അല്ലേ. നമ്മളെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. നമ്മൾ പുതിയ ഗ്ലാസ് മാതിരി തന്നെ ഉണ്ടാകും. നല്ലൊരു ടിപ്പാണിത്. നമ്മളെ കഞ്ഞിവെള്ളമാണ് കേട്ടോ, വെറും കഞ്ഞിവെള്ളം ടൂത്ത് പേസ്റ്റ് മാത്രം മതി. കണ്ടില്ലേ, ആദ്യം നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ഇരുന്നില്ലല്ലോ, നല്ലോണം വെട്ടിത്തിളങ്ങി നല്ല ഒരു ഗ്ലാസ്സായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്ത പൈപ്പൊക്കെ അതൊക്കെ നമ്മൾ ഒരു ജാതി കളറൊക്കെ ആയിരിക്കും അല്ലേ, തുരുമ്പൊക്കെ പിടിച്ച് ഭംഗിയൊന്നും ഇല്ലാത്തൊരു കളറൊക്കെ ആയിരിക്കും. അത് ഇതേപോലെ കഞ്ഞിവെള്ളം കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ഒഴിച്ചിടുക. എന്നിട്ട് ഇതേപോലെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് തേച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ തന്നെ നമ്മളെ കമ്പിച്ചണ്ടി ഉണ്ടല്ലോ, കമ്പിച്ചണ്ടി കൂടെ ഉരച്ച് കൊടുത്താൽ മതി. നല്ലതായിട്ടാ, നല്ല ചളികളൊക്കെ നല്ല പോകുന്നു കിട്ടും. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു റിസൾട്ട് കിട്ടില്ല. കാരണം അഴുക്കുകളൊക്കെ പോകുമായിരിക്കും, പക്ഷേ ആ ഒരു സ്റ്റീലൊരു കളറൊന്നും കിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ലൈവായിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല വെട്ടിത്തിളങ്ങിയിട്ടായിരിക്കും നമ്മൾ വെട്ടിത്തിളങ്ങും. കണ്ടില്ലേ, നല്ല റിസൾട്ട് അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെ പൈപ്പൊക്കെ നല്ലോണം വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. ഒരു 100% നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുമെന്ന് പറയാം. അതേപോലെ കമ്പിച്ചണ്ടിയൊക്കെ ഉപയോഗിച്ച് നല്ലോണം ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു കളർ കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ഷോക്കേസിലുണ്ടാകുന്ന കണ്ണാടി ഇതേപോലെ ഒന്ന് വല്ല സ്പ്രേ അടിക്കുന്ന കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ സ്പ്രേ അടിച്ചിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കണ്ണാടി ചില്ല് പോലെ നമുക്ക് വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ. നമ്മൾ തുടച്ചാൽ പോലും നമുക്ക് ഇത്രയും ഒരു റിസൾട്ട് കിട്ടില്ല. വെറുതെ തുടച്ചാൽ പോലും നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടില്ല. ഇതൊരു വെറും ഒരു കഞ്ഞിവെള്ളം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പിന്നെ അതുപോലെ നമ്മളെ ഗ്യാസ് സ്റ്റൗ പാൽ തിളച്ചിട്ടും കറിയൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ കറൊക്കെ പിടിച്ച് കിടക്കണം. നമ്മൾ എത്ര തുടച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു കറ അങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് കഞ്ഞിവെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് ഒന്ന് ഒന്ന് കുതിരാൻ വെക്കാം. കുതിർന്നതിന് ശേഷം നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ വല്ല കമ്പിച്ചണ്ടി ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ലോണം അഴുക്കുകളൊക്കെ പോകുന്നു കിട്ടുന്നത്. നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോൾ. നല്ലോണം തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാട്ടോ. നമ്മൾ പുതിയത് വാങ്ങിയ പോലത്തെ ഒരു ഗ്ലേസിങ് കിട്ടും, ഗ്ലോ കിട്ടും. ഇത് നമ്മൾ ഈ ഗ്യാസ് സ്റ്റവ് തുടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടില്ല. നമ്മൾ തുടച്ചാൽ പോലും നമ്മൾ പുതിയതുപോലെ നമുക്ക് കിട്ടത്തില്ല അല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്തൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ നമ്മളെ ബർണർ കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ചാൽ കണ്ടില്ലേ, നല്ലോണം അതിൻ്റെ മൊത്തം കരിയൊക്കെ ഇങ്ങനെ ഇളകി പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ എടുക്കാൻ ആരില്ലാത്തതുകൊണ്ട് കേട്ടോ എനിക്കിങ്ങനെ ശരിക്കും കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു 90% ആകുമ്പോഴത്തെ കരിയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള മാറ്റം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ കഴുകിയ ഭാഗം, ഇത് ഞാൻ കഴുകാത്ത ഭാഗം. കഴുകാത്ത ഭാഗം വലിയ ഗ്ലേസിങ് ഇല്ല അല്ലേ. അപ്പോൾ വെറുതെ തുടച്ചെടുത്താൽ പോലും നമുക്ക് ആ ഒരു ഗ്ലേസിങ് കിട്ടില്ല. നമ്മൾ ഡെയിലി പണിയൊക്കെ കഴിയുമ്പോൾ തുടച്ചിടുന്നതിൽ പോലും നമുക്ക് ആ ഒരു ഗ്ലേസിങ് കിട്ടില്ല. ഇതേപോലെ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ച് തുടക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലേസിങ് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ കറിയൊക്കെ പിടിച്ച് അടി പിടിച്ചിട്ട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ എത്ര കഴുകിയാലും നമുക്ക് പോകില്ല അല്ലേ. അപ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കഴുകി നോക്കിയാൽ നമ്മൾ ആ കരിയൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ടാ. വല്ലാണ്ട് നമുക്ക് ഇതുമ്മ മല്ലി കിട്ടുന്ന വേണ്ട. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് നല്ലോണം ഉരച്ചു കൊടുത്താൽ തന്നെ കരിയൊക്കെ നിങ്ങൾ പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.